friends, welcome back to Fayhas Media. എല്ലാവർക്കും Fayhas Mediaയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാബി സമൂസൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യുമിൻ സീഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് ഇനി ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർക്കാം. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇപ്പോൾ നോമ്പിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ഞാനതിൽ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അജ്വൈന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അയമോദകം. ഈ പഞ്ചാബി സമോസയിൽ ഈ ഒരു അജ്വൈന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചാബി സമൂസയിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അയമോദകവും അജ്വൈനും കരിഞ്ജീരകവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയോടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ളൊരു 3 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ നിങ്ങളടുത്ത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഞ്ചാബി ഡിഷസിലൊക്കെ നന്നായിട്ട് മല്ലിയില ചേർക്കും. അപ്പോൾ അത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചാബി സമൂസയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാനുള്ള ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സമൂസ ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ സമൂസ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അജ്വൈനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ നെയ്യും ഉപ്പും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്, ചുടുവെള്ളമൊന്നുമല്ല. അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായി പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച്
ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ ഉരുളകളായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം, ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുള പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഉരുള വെച്ചിട്ട് 2 സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് മടക്കിയെടുക്കാം. കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം നമ്മളിത് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഈ ഒരു സൈഡ് നമുക്കിതുപോലെ ഇങ്ങനെ കോണാക്കിയിട്ട് പിടിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലോട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ പഞ്ചാബി സമൂസൻ്റെ ഒരു ഷേപ്പ്. ഇത് ഫോൾഡ് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ അടിയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഞെറിവ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം 2 കപ്പ് മൈദ വെച്ചിട്ട് ഞാൻ 18 സമൂസയാണ് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സമൂസ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ സമൂസ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമൂസ മുങ്ങിപ്പൊരിയാൻ ആ പാകത്തിനുള്ള അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നല്ല രീതിയിൽ ഫ്രൈ ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓരോ സമൂസ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സമൂസ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പഞ്ചാബി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.